We want their bank account and details before they go. Bank statement review ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇതിലേക്ക് എത്ര നമുക്ക് ഒരു സാധാരണ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങൾ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഓസിയുടെ ഒരു മാസം ബിസിനസിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് പറയാം, നമുക്ക് പറയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? എത്ര നാൾ മുമ്പാണ് നിങ്ങൾ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒറ്റക്കെട്ടാകുമ്പോൾ ഒരുമിച്ച് പോകാലോ. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? വിനിത ആദ്യം വന്നത് എത്ര നാൾ മുമ്പാണ് ആദ്യം വെച്ചത്? ആ ടൈം ലൈൻ പറയും. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കില്ലേ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരുന്നു ചോദിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടായിരിക്കും. നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇതാവുന്ന തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇതവരുടെ ജീവിതത്തിന്റെ ജോലിയാണ്. എപ്പോഴാണ് ആദ്യം ചെയ്തത്? എത്ര നാൾ മുമ്പാണ് അത് ചെയ്തത്? അറിയില്ല, പക്ഷേ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയി നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, എന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ അവസാനമായിട്ട് അറിയാം. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ ഇവർ നാട്ട കേസ് സഹിക്കാൻ വയ്യാതെ നിൽക്കുക. അറിയണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണം കിട്ടിട്ടില്ലേ? എല്ലാം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ആ നന്ദിയെങ്കിലും കാണിച്ചാൽ ചോദിക്കൂടായിരുന്നു. ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അടിക്കില്ല, അതെടുത്ത് സ്കാൻ ചെയ്തു. കാർഡ് പോകാവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ ഉണ്ട്, കാർഡ് മെഷീൻ ഉണ്ട്. ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പോയി ഈ നാട്ടിൽ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചു തരികട്ടെ, നിന്നെ കള്ളിന്ന് ഇവിടെ നിന്ന് പോകുന്നത്. ഐ തിങ്ക് ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. ആധാർ കാർഡ് ഉണ്ടോ? ഇതൊക്കെ എവിടെ ആധാർ കാർഡ് ഐ ഡി കിട്ടത്തില്ലേ? ആ സ്കൂട്ടറിലാരോ ഓടിച്ചു വന്നേ ഇവന്മാരാ. പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാം. അയ്യോ പാവം കളിക്കില്ലേ? ഇങ്ങനെ മോഷണത്തിന് പിടിച്ചിരിക്കുക. ആ പാവം വിടുക. തെറ്റ് ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിരിക്കുകയാണ് 3 കള്ളികൾ. എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഫോണിൽ എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു അത് വർക്കിംഗ് സ്കാനർ അത് ആദ്യം ചെയ്യാൻ ആരാണ് അത് ആദ്യം നിങ്ങൾ ഒരാളായിരിക്കും ആദ്യം പറഞ്ഞത്. ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ അപ്പൊ നിങ്ങൾ അതൊരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾ കാശ് കിട്ടിയ നിങ്ങൾ 3 ഈക്വലി ഡിവൈഡ് ചെയ്താണ് എടുത്തത്. എല്ലാ പൈസ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷേ രാത്രിയൊന്നും അറിയുന്നത് പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉടനെ തന്നെയാണ് ചെയ്തത്. എല്ലാം അടുത്ത് ലഭിച്ചത് സത്യം അപ്പൊ ക്യാഷ് ആയിട്ട് ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മളെങ്ങനെ ബാക്ക് അതിന് കിട്ടില്ല. ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചാൽ ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ഇന്നലെ ഒരാളെ ക്യാഷ് കൊടുക്കുന്നത് 1000 കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറെ കാർഡ് കൊടുത്തപ്പോൾ ഇത് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമർ പറഞ്ഞു 80 രൂപ ക്യാഷ് എടുത്തിട്ട് വാങ്ങും. ഇത് വൈകുന്നേരം വരെ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവർ കാർഡ് ഒന്നും 5 മണിക്ക് 7,000 എണ്ണി മേടിച്ചിട്ട് പോയത്. ആ പൈസ എവിടെ? അത് അന്ന് തന്നെ ഭയത്തിൽ പോയിട്ടുണ്ടോ? ക്യാഷ് എത്ര? എന്നാലും ഒരു ഊഹം ഉദ്ദേശം 2 ലക്ഷം. നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾ കണക്ക് വെക്കണ്ടേ? പ്രൊഫഷണൽ ആയിട്ട് 7 ലക്ഷത്തിന്റെ കയ്യിൽ ഇവർക്ക് കിട്ടി. 5 ലക്ഷം നിങ്ങൾ ഒന്ന് കാര്യം ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ ഞെട്ടുന്നു എടുത്തില്ല. അപ്പൊ 50,000 എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 5,000 പാവം 5,000 എടുത്തില്ല. ഒരു കസ്റ്റമറുടെ 7,000 പറഞ്ഞു കേട്ടില്ലേ? 3 പേര്. അയ്യോ നിനക്ക് എത്ര കിട്ടി? മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു? വീതിച്ചെടുത്തപ്പോൾ നിനക്ക് എത്ര കിട്ടി? നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു?
അറിഞ്ഞോണ്ടല്ലോ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല നിങ്ങൾ ഇവർ പോലീസിനെ വിളിക്കണം പറയുന്നുണ്ട് ഇങ്ങനെ ഉമ്മയെ പോലെ നിൽക്കാതിരുന്ന കൃത്യം ഞാൻ ഇത് നോക്കും അടുത്ത സ്റ്റോറി ഞാൻ ഇങ്ങനെ അറിയാമോ ക്യാഷ് കൊടുത്ത എല്ലാവരും കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ എത്ര അതെ കാത്ത് കൃത്യമുള്ള എങ്ങനെയല്ല ദിവസം അവസാനം മാന്യം വരെ വിളിക്കുകയാണ് ഈ സത്യം അറിയുന്നത്. കാരണം ആ സ്റ്റോറി ഇത്രയും നാളെ ദിവ്യമാർക്ക് എടുത്ത് എത്ര വർഷമാണ് ബാക്കി എന്നെ പോയി അല്ല അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളൂ എല്ലാവരും മൂന്നില്ല എത്ര 1 ലക്ഷം രൂപ ഇല്ല 40,000 പറഞ്ഞില്ല 1 ലക്ഷത്തിന് മുകളിൽ നടത്തുന്നത്. കാര്യം ഇതിന്റെ 2003 പറഞ്ഞവരാണ് 7 ലക്ഷത്തിന് കണക്കുന്നത്. കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇൻസിസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് വരും ആര് വെച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോകാൻ ആഗ്രഹമുണ്ടോ വൈകുന്നുണ്ടോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ താങ്കൾ പോകാൻ ഓരോരുത്തരും ജോലി അപ്പോയിന്റ് ചെയ്യുന്നത് കാരണം എവിടെ പോയി എന്നെ പറ്റിച്ച പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലാണ് പല ദിവസം വിട്ടുകൊടുത്തത് അത് അറിഞ്ഞു ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് എടുത്ത പൈസ പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ പൈസ ശരി നിങ്ങൾക്ക് ഏകദേശം നാട്ടില്ല 3 ലക്ഷം വരെ ഉണ്ടോ 10 ലക്ഷം എടുത്തുകൊണ്ടല്ലോ റെക്കോർഡ് സംസാരിക്കായിരിക്കും വന്നാൽ തീയും കണക്കുപ്രകാരം വന്നാൽ തന്നെ തീയും അപ്പൊ നമുക്ക് എടുത്തിട്ട് പറയാൻ പറ്റില്ലേ ഇവിടെ എന്ത് ചെയ്യും സാർ അല്ല ഞാൻ കണക്ക് എത്തിച്ചാൽ കടസ്ഥാനിക്ക് പറയല്ലേ കമ്പനി കേട്ടോ കമ്പനി നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല ഇത് എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ് അറിയാൻ എത്രയാണ് ഉദ്ദേശം എന്താ പറയുന്നത് അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കെതിരെ ഒരു പരാതി? ഞങ്ങളിപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാൽ എനിക്ക് ഇടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നത്. ആദ്യം നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് DMM നമ്മൾ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ ശേഷം DSC ഇങ്ങനെ ഞങ്ങൾക്ക് പറയുന്നത് നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാഷിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതായാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. കാരണം അതെല്ലാം നമ്മളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം. DSC പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും DSC വരാറില്ല. DSC എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. DSC വരാറില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് പിടിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ DSC അത് കുഴപ്പമില്ല, എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം, അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം, അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ച് നിന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതിയുമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ നമ്മളെ പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ മേടിച്ച സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യും. എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം അതായത് 29-ാം തീയതി രാത്രി ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടില്ല. രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിൽ 4:30 വരെ ഞങ്ങൾ 3 പേരെയും ചീത്ത വിളിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ, നിങ്ങൾ 5 ലക്ഷം രൂപ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്ത് ഇടത്തിലാണ്. ആ ദിവസം തന്നെ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഫോൺ വഴി 3 പേര് 3 നമ്പർ വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ സംസാരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട്. പിറ്റേന്ന് നമ്മൾ പറഞ്ഞു നിങ്ങൾ 3 പേരെ എനിക്ക് കാണണം, നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ തിരികെ വിടാം, നിങ്ങൾ ഇനി വേറെ ഒരു സംസാരമില്ല, എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന്. കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് 30,000 രൂപ 40,000 കൊടുക്കുമ്പോൾ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് 5,000 6,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് തീരെ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഓർഡേഴ്സ് ഞങ്ങളുടെ അഡ്രസ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ് ഉപയോഗിക്കുന്നത്. ദിയുടെ പേഴ്സണൽ കോൺടാക്ട്, ദിയുടെ ഒരു കാര്യങ്ങൾ ദിയ ഒരിടത്ത് ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ 5 പേരും എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ദിവ്യ പുറത്ത് ഇതാരെ അറിയിക്കരുത്, ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ ഒന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും. ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ ദിയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങൾ അനുവാദമില്ല അവർ 5 പേര് 5 സൈഡിൽ വീഡിയോ എടുക്കുകയാണ്. ദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിംഗ് ഉണ്ടാകുന്ന ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട്
ഓഫീസിൽ വന്ന് 3 കാറുകളിലായിട്ടാണ് ദിയ ഒരു രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങൾ 2 സെപ്പറേറ്റ് കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മൾ അറിയാത്ത ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിനാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 10 ആൾക്കാരുണ്ടായിരുന്നു. ഈ കൃഷ്ണകുമാർ സാറിൻ്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും, അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 3 പേരുടെ ഫോൺ ബലമായിട്ട് പിടിച്ച് വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ യൂസർ ഇല്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കൊടുത്തത് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അവർ 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുൾ സ്റ്റേറ്റ്മെന്റ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞ ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ച് വാങ്ങി വെച്ചിരിക്കുമായിരുന്നു. അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷേ ദിയയുടെ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്. നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതോ ആ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും. നിങ്ങളെ ഞാൻ കൊല്ലും. ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അവർ ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അത് പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ ഓരോന്ന് ചെയ്തത്. അയാൾ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ. പക്ഷേ അയാൾ എഴുതിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അയാൾ പോലീസേ അല്ലാന്ന്. അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മൾ ഉപദ്രവിക്കുക അവർ ചെയ്തത്. ഇല്ല, അത് നമുക്കറിയില്ല. നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അറിയാലോ. നമുക്ക് 69 ലക്ഷം വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത്. എങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് സ്ട്രെസ് കൊടുക്കേണ്ട, പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞ സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത്. പക്ഷേ ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനെതിരെ നമ്മുടെ വീട്ടുകാരെ എല്ലാവരും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരുടെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ദിയടുത്ത്. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കാൻ കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്. നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTV എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവർ ഇരുന്ന് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ സാധാരണക്കാരില്ല. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. അപ്പോൾ അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇവർ എന്ത് രീതിയിൽ എന്തൊക്കെ ഇപ്പോൾ തന്നെ തട്ടിക്കൊണ്ട് പോയാൽ അവരത് മാറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ വണ്ടി പോയി ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു. സ്ഥലം അറിയില്ല. ഞങ്ങളുടെ പൈസ കൊടുക്കാം. അവർ മേടിക്കണം. ഞാൻ ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യനെയൊക്കെ പുറത്ത് വിടണം. കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ നമ്മൾ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു. രാവിലെ 11 മണിക്ക് അവർ പൂട്ടിയിട്ടത്. രാത്രി 6:45 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു അവരുടെ ഫോണിലായിരുന്നു. പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തിൽ എൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളതായിരുന്നു. അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാർ അത്രയും കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് അതിൻ്റെ പ്രൂഫ് ഞങ്ങളുണ്ട്. അത്രയും കൊണ്ട് പണയം വെച്ച് കൊടുത്താണ്. അല്ല 30-ാം തീയതിയാണ് പൂട്ടിയിട്ടത്. അന്നാണ് കൊടുക്കുന്നത് ഞങ്ങൾ. ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. നമ്മൾ ഇത്ര വരെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിനെയാണ് പുറത്ത് വിട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെ പുറത്ത് വിട്ടു. അതാ പറഞ്ഞ ഗോൾഡ് പണയം പോലീസിനെ സമീപിച്ച് അവിടെ പോലീസ് നിൽക്കുകയില്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ അവർ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട്. എൻ്റെ ചേട്ടൻ അബ്രോഡാണ് നിൽക്കുന്നത്. എൻ്റെ ചേട്ടൻ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എൻ്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത്. അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ച് എന്നോട് പറഞ്ഞത്. നിനക്ക് എന്തിനാണ് നിൻ്റെ ചേട്ടൻ ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത്, ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ക്യാഷ് ഒക്കെ അയച്ചത്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത്. ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ് 69 ലക്ഷം രൂപ തട്ടിപ്പോണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ചേച്ചിയുടെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നത് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ മാറ്റണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെന്റ് മാത്രം CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെന്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല. ഒരു വർഷമായിട്ടോ അതെ അധിക്ഷേപിച്ചു. കൃഷ്ണകുമാറും പറഞ്ഞു, ദിയയുടെ അമ്മയും പറഞ്ഞു. കാർ കയറ്റിയിട്ട് നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ ക്രിമിനൽ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ അങ്ങനെ പറഞ്ഞു നീയൊക്കെ മുക്കുവത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് വന്നത്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ? എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അവരെല്ലാം ആദ്യം കേസ് കൊടുത്തത്, ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷൻ അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR ഫയൽ ചെയ്ത് നമ്മൾ മണ്ടയാണ് കൊടുത്തത്. നമുക്ക് അന്ന് രാത്രിയാണ് അവർ FIR ഇട്ടത്. അന്ന് രാത്രിയാണ് FIR ഇട്ടത്. അവരുടെ FIR ഇട്ടത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തന്നില്ലായിരുന്നു. നമ്മൾ കണ്ട് കൃഷ്ണകുമാർ സാർ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു, അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്ത് അവരെ വിട്ടു. നമ്മൾ എത്ര നേരം പിടിച്ച് നിർത്തിയിട്ടാണ് രാത്രി 9:30 എന്നിട്ടും തന്നില്ല. വീട്ടിൽ പോയി മെസ്സേജ് വരുമെന്ന് പറഞ്ഞത് അവർ. അതെ, ഒരു വർഷമായിട്ട് 30-നകത്തൊക്കെ വന്നിട്ടുണ്ടാവണം. അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം. അതിലേക്ക് നമ്മൾ വീക്കിലി ആയാലും ഇത് എങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വരും. അപ്പോൾ അവരെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സാധനങ്ങൾ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 3-4 സെൽഫ് ടെസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിൻ്റെ അടി വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയക്ക് സ്വിഗ്ഗി ജീനിൽ അകത്ത് വെച്ച് കൊടുക്കാൻ ജൂലറിയുടെ കൂടെ ദിയക്ക് ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ. എല്ലാ തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ അല്ലാതെ വീക്കിലി. പിന്നെ ദിയ അല്ലാതെ ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത്. അവിടെ ദിയ എടുക്കാറുണ്ട്. സാലറി അല്ല ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല.
ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ് ഒരു 5,000 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി, അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത്. പുള്ളിക്കാർക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ഇല്ല, അവരേലുണ്ട്. നമ്മുടെ ഇപ്പോൾ എടുക്കാൻ പറ്റും, എടുക്കാം ഉണ്ട്. നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട്. അവർ പറയുന്ന പോലെയൊന്നും ഇല്ല. അതാ പറഞ്ഞത്, അവർ നമ്മൾ ആദ്യം നമ്മുടെ അവരാദ്യം നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ്, കാരണം അവരിപ്പോൾ ഒരു സ്റ്റാറ്റസ് വന്നിട്ടിരുന്നു കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്തത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെന്റ് അവിടെ വന്നത്. ഇപ്പോൾ ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ആരാണ് നമ്മുടെ ചോദിക്കുന്നത് നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുത്തതിന് തെളിവ് എന്താണെന്ന്. അപ്പോൾ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമേ തെളിവുള്ളൂ. അപ്പോൾ ഇതിനെ ഞങ്ങൾ പേടിച്ചു. ഞങ്ങൾ ഓരോ ടൈം ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലോട്ട്. CCTV അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കള വെക്കാൻ മതി, അടുക്കളയിൽ ക്യാഷ് എടുക്കണം. അതെ, കൗണ്ടറിൽ വെച്ച് വാങ്ങും, അല്ലാതെ നിന്നും മേടിക്കാറുണ്ട്. കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷ് ആണ് ചെയ്യുന്നത്. ഉണ്ടാവണം. അതെ, അതിന് ഞങ്ങൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. കോർട്ട് അവധിയായിട്ട് നമുക്ക് കൊടുക്കാം, മണ്ടേ കൊടുക്കും. നമ്മൾ കൊടുക്കാതിരുന്ന നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അത് ചെയ്യേണ്ട, മണ്ടേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷ് അവർ മേടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാർ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഞങ്ങളുടെ ക്യാഷ് വാങ്ങി സമ്മതിച്ചിരുന്നു. മണ്ടേ ജൂൺ 2 ബാക്കിൽ നിന്ന് വന്നത് നമ്മൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് സ്റ്റേഷനിൽ. അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ 10 മണിക്കാണ് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് 2 മണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അല്ല ഞങ്ങൾ ചാറ്റ് പരിശോധിച്ചാൽ ദിയ നമ്മുടെ അങ്ങനെ ഒരു രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല. നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ്. ദിയ ഞങ്ങൾക്ക് അങ്ങനെ ഇടപഴകിയിട്ടില്ല. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റിയാണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ എല്ലാം താഴെ വീണാൽ ഞങ്ങൾ നല്ലപോലെ കിടന്ന് പറയും. അതെല്ലാം CCTV കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ. കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTVയിൽ വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് കസ്റ്റമർക്ക് നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിനൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ? അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് അന്ന് അവർക്ക് പരാതി വന്നത്? നമ്മൾ മാറി, ഞങ്ങൾ മുതൽ ജോലി നിർത്തി. 28-ാം തീയതി 29-ാം തീയതിയാണ് ഇഷ്യൂ നടക്കുന്നത്. 29-ാം തീയതിയാണ് നടക്കുന്നത്. ദിയയ്ക്ക് അറിയാൻ ജോലി നിർത്തി, ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ റെക്കോർഡ് ഉണ്ട്. കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ്, എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതി ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അത് ഞാൻ നിർത്തുന്നത് പറഞ്ഞാൽ അയച്ചു, അതിന് സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ 3 പേര് ഒരുമിച്ച് ജോലി നിർത്തി. ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ടാണ്. ഞങ്ങൾ 7 മണി വരെയൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി. 11 മണി തൊട്ട് 4 മണി വരെ ഉള്ളായിരുന്നു. പിന്നെ 11 മണി തൊട്ട് 5 മണിയാക്കി. പിന്നെ 7 മണി വരെയൊക്കെ നിൽക്കാൻ തുടങ്ങി. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ഗോഡൌൺ പോലത്തെ സ്ഥലം. നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം ജോലി നമ്മൾ അവിടെ ചെയ്യണം. നമ്മളവിടെ സ്റ്റോക്കുകൾ മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്കകത്ത് പോകണം, നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം. പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിനും അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് മുകളിലാണ്. അത്രയും ഞങ്ങൾ അത് എടുത്ത് കയറ്റണം. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്തില്ലെങ്കിൽ അതിനും പരാതിയാണ്. ഞങ്ങളുടെ അടുത്ത മൂവ്മെന്റ് ഞങ്ങൾ സംസാരിക്കുന്നേ ഉള്ളൂ. അതെ 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 3 പേര് ഒരുമിച്ച് നിർത്തിൻ്റെ പകപോക്കലാണെന്ന് ദിയ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ തെളിവുണ്ട് നമ്മുടെ. നിങ്ങളുടെ ലൈഫ് ഇല്ലാതെ നിങ്ങളെ ഞാൻ കൊല്ലും, എൻ്റെ അച്ഛൻ ആരെന്ന് അറിയാലോ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ദിയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കേസ് പിൻവലിക്കാണ്ട്. ആ കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ച് തരാം. കാരണം ആ കോൾ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8,82,000 രൂപ തന്നില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിസീപ്റ്റ് തരാമോ, നമ്മുടെ നിങ്ങൾ ഇത്രയും ക്യാഷ് മേടിച്ചത്. അപ്പോൾ ദിയ ഇങ്ങോട്ട് നന്നായിട്ട് നല്ല റഷായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛൻ ആരെന്ന് എനിക്ക് ഇപ്പോൾ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണം. അച്ഛൻ എൻ്റെ നമ്പർ വിളിച്ചിട്ട് നിനക്ക് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താറായില്ലേ, ആ വോയിസ് കേട്ടാൽ ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നത്, നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും. ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്നൊരു പുല്ലും ചെയ്യുമ്പോൾ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. നീയൊക്കെ എന്ത് ചെയ്തിട്ടും അവർക്കാണ് അതിന് കിട്ടും. നിങ്ങൾ പേടിക്കാണ്. ആ ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. നാളെ രാവിലെ 11:00 നീ താമസിക്കുന്ന വണ്ടി വരും. അതിൽ പോലീസ് നേടിയിരിക്കും. ആ വണ്ടി വരുന്ന നീയും ഭാര്യ എല്ലാം കൊണ്ട് വന്നേച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ എഴുതി നീ വന്നേച്ചാൽ മതി കേട്ടോ. നിന്നെ തെറ്റും ചെയ്യും, നീ ഇങ്ങോട്ട് എടുക്കണ്ട. നീ എന്റെ മോളെ വിളിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞില്ല. നീ എന്താ വെറുതെ നോക്കണം. അനാവശ്യം പറഞ്ഞില്ല. അല്ലല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് നീ റെക്കോർഡ് ചെയ്തോ, മൊത്തം റെക്കോർഡ് ചെയ്യും. അതിന് പുല്ലാണ്. നീ എന്തൊക്കെ വിളിച്ച് പറഞ്ഞാൽ നിനക്ക് പേപ്പർ ചെയ്തത്? ഏത് ചാനലാണ് വന്നതിനെ പറ്റി? നിന്നെ ഭാര്യ പറ്റി ഏത് ചാനലാണ്? ഞാൻ മറ്റേ നമ്മളെ ന്യൂസ് ചെയ്തോണ്ടല്ലോ, അത് നോക്കി ദിയ ചേച്ചി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞ് ഒരു ഇതായിട്ടുണ്ട്. ഏതാണ്? ഏത് ചാനലാണ്? ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ കാര്യം ഇന്ന് ആരെയാണ് വെഡിങ് ആനിവേഴ്സറി ആരെയായിരുന്നു? വെഡിങ് ആനിവേഴ്സറി അറിയില്ലായിരുന്നു. ആരെയാണ് ഇന്ന് ആരെയാണ് പറഞ്ഞു? ഇതേ എന്ത് ചെയ്യണം ചെയ്യേണ്ടത്? നീ ഇന്നലെ എത്ര തന്നത്? 8,72,000 ആണല്ലോ. ഇത് കണക്കെടുത്ത് ഞങ്ങൾ 1 കോടി ഒരുമിച്ചുള്ള പോയിട്ടുള്ള ക്യാഷ് കൊടുത്ത സാധനങ്ങൾ എത്ര സാധനം പോയിട്ടുണ്ട് കണക്കെടുത്ത് ഞങ്ങൾ. നിങ്ങൾ വേറെ കച്ചവടം നടത്തുന്നത് ഇവിടെ സാധനം കൊണ്ടിട്ട് ഇവിടെ ഗസ്റ്റുകളുടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യും അല്ലേ?
ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിൻ്റെ അടുത്തിരുന്നപ്പോൾ നമ്മൾ ക്യാഷ് തന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താണ് അവരെ. പക്ഷേ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്ക് റെസിപ്റ്റ് തരാമോ? ആ സമയത്താണ് അയാൾ പറയുന്നത് നമ്മുടെ. പിന്നെ ഈ ഫോട്ടോ കാണുന്നത് ഇയാളാണ് നമ്മുടെ പോലീസാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിക്കുന്നത്. ഇയാളുടെ പേര് സന്തോഷം എന്നാണ്. ഇയാളുടെ വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ കാണിച്ചാൽ ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് 3 ചെക്കുകളായിട്ട് തരണമെന്ന് പറഞ്ഞ് ഇയാൾ എഴുതിപ്പിക്കുന്ന വീഡിയോ അല്ല. ഈ 8,82,000 പോരാതെ 15 ലക്ഷത്തിന്റെ 3 ചെക്കുകൾ. ഞാൻ വേണമെങ്കിൽ അയാളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ആ സന്തോഷമാണ്, അയാൾ പോലീസാണെന്ന് പറഞ്ഞത് നമ്മുടെ. പിന്നെ കൃഷ്ണകുമാർ സാറ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ? 1 കോടി എടുത്തതിന്റെ തെളിവ് എവിടെ? നമുക്ക് തെളിവല്ലേ ആവശ്യം? ഉറപ്പായിട്ടും അതിനുവേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കാരണം തീയെ പ്രൊവോക്ക് ആയെന്നാണ്. ഞാൻ തീയെ പ്രൊവോക്ക് ചെയ്തതാണ്. ഞാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പറയുന്നതിന്റെ ദേഷ്യം നമ്മുടെ പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്താണെന്ന് അവർ തന്നെ പറഞ്ഞത്. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് മുന്നേ അതെ 5,000-ന്റെ അകത്ത് പോലും ബാലൻസ് ഉണ്ടാവത്തില്ല. എന്നുവെച്ചാൽ ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കണക്കില്ലേ? ഫിക്സഡ് ആയിട്ട് കിടന്നാലേ നമുക്ക് അതിന് പ്രശ്നമുള്ളൂ. അങ്ങനെ ഇല്ല, നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലല്ലോ. അത് തീയെ മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്യാഷ് ആയിട്ട്. പിന്നെ എങ്ങനെ നമ്മുടെ ഉണ്ടാവുന്നത്? നമ്മൾ പണമായിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു തീയ്ക്ക്. അല്ല, ഒരു പ്രശ്നങ്ങൾ തുടക്കം അക്കൗണ്ട് ത്രൂ അല്ല ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 10,000 അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് എപ്പോഴും നാളെ കസ്റ്റമർ ആയിരിക്കത്തില്ലല്ലോ. ഇന്നത്തെ കസ്റ്റമർ ഇപ്പോൾ ഇന്ന് കസ്റ്റമർ ഉണ്ടാവത്തില്ല. അപ്പോൾ നാളെ ഇപ്പോൾ 700 രൂപയ്ക്കായിരിക്കും മേടിച്ചാൽ. അപ്പോൾ തീയെ പറഞ്ഞിട്ട് ചെറിയ പേയ്മെന്റ് ഒക്കെ 499 799 അതൊക്കെ വരുന്നതൊക്കെയാണെങ്കിൽ തീയുടെ സ്കാനർ കൊടുത്തോന്ന് പറയാറുണ്ട്. തീയ ഉണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീയെ നമുക്ക് ഓഫീസ് ഫോൺ ഇത്രയും നാൾ എൻ്റെ കയ്യിലാണ്, ഇപ്പോൾ അത് എൻ്റെ കയ്യിലല്ല. അപ്പോൾ ഓഫീസ് ഫോണിൽ തീയെ തന്നെ എൻ്റെ പറയുന്നുണ്ട് പേഴ്സണൽ നമ്പറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് എനിക്ക് സഹായം വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ശല്യം കാരണമാണ് നമ്പർ കൊടുക്കാത്തതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെയും വരാറുണ്ട്. അതെ, ഇല്ല ഇല്ല, അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതിൽ അങ്ങനെ വരാനായിട്ട്. ഒരു മാസമാണെങ്കിൽ 60-നകത്തൊക്കെ ഉണ്ടാകത്തുള്ളൂ. മൊത്തത്തിൽ 1.5 അത്രയൊക്കെ കാണത്തുള്ളൂ. അത്ര കാണത്തില്ല. മന്ത്ലി അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. മന്ത്ലി അത്രയേ ഉണ്ടാകത്തുള്ളൂ. പോലീസ് കുറേ പ്രാവശ്യം എൻ്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റാവും, ഇങ്ങനെ വേണോ അങ്ങനെ മൊഴി മാറ്റി പറയാവുന്ന എൻ്റെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരുന്നു. ഞാൻ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു തട്ടിക്കൊണ്ട് പോകുന്നത് വേണോ, അത് മാറ്റിയിട്ട് കൂട്ടിക്കൊണ്ട് പോയി ആക്കിയാൽ പോയി. അപ്പോൾ ഞാൻ നമുക്കറിയാത്ത സ്ഥലത്ത് തട്ടിക്കൊണ്ട് പോകുന്നതല്ലേ, പിന്നെ അങ്ങനെ അത് കൂട്ടിക്കൊണ്ട് പോകുന്നതാവും. ഉറപ്പാണ് നമുക്കത് മാറ്റാം. കാരണം എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാർ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി നിന്ന് ഫോണിൽ സാറെടുത്തോ ഇങ്ങനെയാണ് കുട്ടി മൊഴി പറയുന്നത് ഇങ്ങനെയാണ് മൊഴി പറയുന്നത് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മൊഴി അത്രയും നീണ്ടത്. വൈകിട്ട് 2:30 എന്നെ കയറ്റി തന്നെ തിരിച്ചു വിട്ടത് 7:30 കഴിഞ്ഞിട്ട്. അത്രയും സമയം എടുക്കുമ്പോൾ നമുക്കറിയാലോ. അത് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ആരെ സംരക്ഷിക്കണമെന്നും. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? കേൾക്കാൻ വയ്യ സുനിശ്ചിത ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഏർപ്പെടി എന്നെ കോപ്പ് കൊടുത്ത കുറവ് തീർന്നു. അത് ഉച്ചവരെ മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെയുള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾ എന്നെ പഠിച്ചില്ലേ? 50 കൂടുതൽ എന്നെ പഠിച്ചില്ലേ? നാട് കൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ പഠിക്കാൻ പോകുന്നത് ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലെ മൊത്തം കൂടുതൽ ഇറങ്ങിയിരുന്നോ? മണ്ണെടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ടാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായി? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞത് തന്നെ പഴം തിരികൊണ്ടിരിക്കുന്നു ഞാൻ. കേട്ടാ കേട്ടാ സോറി ചേച്ചി. മനസ്സിലായില്ലേ? സോറിയാ സോറി ആകെ സോറി. ആദ്യത്തെ സോറി പറയാം. ആദ്യം സോറി മനസ്സിലോ? എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളെ ഞാൻ ഫ്യൂച്ചർ പോയി യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മനസ്സിലായല്ലോ. ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങൾ അവസാനത്തെ പ്രൊഫൈൽ മൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ചിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഫിസിക്സ് കാണിക്കല്ലേ പ്ലീസ് ഞാൻ പറഞ്ഞു. നിങ്ങൾ കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ സിദ്ധിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് പോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ എനിക്ക് തരുന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ കിട്ടിയത്? അതിന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? ശ്രദ്ധിക്കുക. ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു?
ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറയാന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ഇതിനെ ചോദിച്ചോണ്ടിരുന്നേ? ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50 നേരിട്ടുണ്ടായിരുന്നെങ്കിലോ ചെപ്പാടിയ പൊട്ടിനെ 50-നകത്ത് നീ പറഞ്ഞ നീ ഇനി 50-നകത്ത് പറഞ്ഞ വിവരം അറിയും പൊന്നാരം പോലെ നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീണല്ലോ ഈ കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നത് കുന്തം ഇതിന് പൊട്ടും തന്നെ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ കൂടുതൽ തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ കൊച്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളുടെ കാരണം. ട്രിപ്പിൾ കിടക്കുമായിരുന്നു നിങ്ങളുടെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ പ്രത്യേകിച്ച് ദിവ്യ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടു ഇതിനൊരു ഒറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചു തരുന്നുണ്ട്. പോലെ പങ്കിട്ടിരുന്ന ഒരൊറ്റ അടിയത്തില്ല പങ്കിടണമെന്ന് നീ പറഞ്ഞേ. കേട്ടോ? നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ. കേട്ടോ? ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അത് ഞാൻ വിചാരിച്ചാൽ മതി. വേറെ ആരും വിചാരിക്കണം. പോലും ഞാൻ ഒരൊറ്റ അടിക്കുള്ളതേ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായില്ലയോ ദിവ്യക്ക്? നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്ക് ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് ഇനി സെക്കൻഡ് തരാൻ പറ്റില്ലല്ലേ? കാര്യം എന്ത് ഊമ്പിപ്പിച്ചിരിക്കുകയല്ലേ? ഊമ്പിപ്പിച്ചിട്ട് എന്തൊക്കെ പോലീസ് പോലീസ് അവിടെ വന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ടായി ചേച്ചി സോൾഡ് ഔട്ടായി ചേച്ചി കണ്ടവരുടെ പാപ്പൽ ലൈറ്റ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നത്. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? ഓക്കെ അതൊക്കെ എന്റെ കാര്യം. നമുക്ക് ഇനി ഇവരിലോട്ട് പോവാം. കാര്യം അതിനകത്ത് എനിക്ക് തോന്നി വീഡിയോ കണ്ടതിൽ വെച്ച് എനിക്ക് രാവിലെ കാണാൻ പറ്റുന്നുണ്ട് ദിവ്യയാണ് റെക്കോർഡ് ചെയ്യുന്നത് വിനിത ആയിരിക്കും. ബിക്കോസ് വിനിത ഇവരുടെ മാസ്റ്റർ മൈൻഡ് ആണെന്നുള്ളത് അന്ന് വന്നപ്പോൾ വിനിത തന്നെ സംബന്ധിച്ചതാണ്. ഞാനാണ് ഇവർക്ക് ഐഡിയ കൊടുത്തതും ഞാനാണ് പൈസ എടുക്കാൻ തുടങ്ങിയതും ആദ്യം ഞാനാണ് ഇവർക്ക് എൻകറേജ്മെന്റ് കൊടുത്തതും ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ദിവ്യ ഇടയ്ക്കിടയ്ക്ക് വിനിതയോട് ചോദിക്കുന്നുണ്ട് അടുത്ത് എന്ത് പറയണം അടുത്ത് എന്ത് പറയണം എന്നുള്ളത്. നിങ്ങൾക്ക് കാണാം ഇത്രയും. ഓക്കെ ഞാനത് പറയുന്നുണ്ട് എന്റെ മാന്യമായ സൈഡാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഈ ഒരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട് 100 കൂട്ടം കംപ്ലയിൻസ് ആണ് ഇവരെ കാരണം ഞാൻ ഒരാൾ സഹിച്ചുകൊണ്ടിരുന്നത്. ഇയാളും ഇപ്പോൾ ഡെയിലി മെയിൽ ചെക്ക് ചെയ്താലും എല്ലാവരും കസ്റ്റമർ സർവീസ് മോശം കസ്റ്റമർ സർവീസാണ് പ്രശ്നം കംപ്ലയിന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുന്നത് അല്ലാതെ ഇപ്പോൾ എന്റെ മാർക്കറ്റിംഗ് കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ ജുവലറി കൊള്ളത്തില്ലെന്നോ പറയുന്നേക്കാൾ കസ്റ്റമർ സർവീസാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇവരെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതും പെരുമാറുന്ന രീതിയായിരുന്നു. മനസ്സിലായി റൈറ്റ്? അപ്പോൾ അതായിരുന്നു അത് മെയിനായിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ ഞാൻ അതിലൂടെ ചോദിക്കുന്നുണ്ട് മാന്യമായിട്ടാണ് നിങ്ങൾ ഇത്രയും നാൾ പെരുമാറിയത്. ഇത്രയും നാൾ ഞങ്ങൾ മാന്യമായിട്ടാണ് പെരുമാറിയത്. ഇന്നാണ് എന്റെ തെറ്റി നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ട് നിൽക്കുമ്പോൾ മനുഷ്യന്റെ ഒരു മാനസം അത് ഒരു സ്റ്റാഫ് എന്നല്ല നമ്മുടെ കുടുംബത്തിലൊരാൾ പോലും നമ്മളെ പറ്റിച്ച് നമുക്കത് സഹിക്കാൻ പറ്റില്ല. അല്ല നമുക്ക് ആര് വേണം എന്താ നമുക്ക് ഫോർഗീവ് ചെയ്യാം. അതായത് ആരെ വേണം മன்னிக்கலாம். ഞാൻ കൂടവേ നിന്ന് കുഴി പറയണമുണ്ടല്ലോ ആ ഒരു ചതി അത് വേറെ അത് ചതി മാത്രമല്ലോ സഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സത്യം തെളിഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു എന്തൊക്കെ നിങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ ആരൊക്കെ എന്തായാലും നമ്മുടെ ഭാഗത്താണ് ശരിക്കും. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭാഗ്യമായി ഈ വീഡിയോ നമുക്ക് രാവിലെ തൊട്ട് ഭയങ്കര ഡൗൺ ആണ്. എന്തുകൊണ്ടാണ് ഇത് ആദ്യം അവർ മറ്റൊരു സൈഡ് റോങ് ചെയ്തവരുടെ കേസ് എടുക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് എന്താണ് നമ്മുടെ സൈഡിൽ ന്യായമുണ്ട്. നമ്മൾ പേടിക്കണ്ട. Just stay calm. If you have done nothing wrong, if you know that justice should be served to you എന്ന ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ടാതിരിക്കുക. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം വന്ന ന്യൂസ് ചാനൽ ഞാൻ ആരെ വന്ന ശ്രദ്ധിച്ചില്ല. ഞാൻ കരിയായിരുന്നു. എനിക്ക് അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് മെന്റലി ഡൗൺ ആയിട്ട് പിന്നീട് മൈക്ക് കൊണ്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോരട്ടെ അടുത്ത ചോദ്യം പോരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു സാധനം വേറെ ആർക്കും നടക്കാൻ പാടില്ല. ഒരു സ്ഥാപനത്തും ഇതേപോലുള്ള ഇവരെ മാത്രമല്ല ഞാൻ പറഞ്ഞു ഇതേപോലുള്ള ഒരാളെയും നിങ്ങൾ ആരും വെച്ചോണ്ടിരിക്കുന്നത്. നമ്മളെ പോലെ പറ്റിക്കപ്പെടരുത്. ക്യാമറ സ്വന്തം ഏഴടി കൂടി എനിക്ക് സംസാരിക്കണം. ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്ന് സംസാരിക്കാം. ഞാൻ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ പോലെ തന്നെ ഒരു തറസൈഡുണ്ട്. അപ്പൊ തന്നെ അവർക്ക് വേണമെങ്കിൽ അവർ തെറ്റ് ചെയ്തില്ലാത്തവരാണെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ പറയാം നിങ്ങൾ എന്ത് തറസൈഡിനെ പറ്റിയാണ് സംസാരിച്ച് വരുന്നത് എന്ന് ചോദിക്കാം. നമ്മൾ എന്ത് തെറ്റിയിട്ടാണ് നിങ്ങൾ നമ്മളെ തറ എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാം. അത്രേ ഉള്ളൂ. ചേച്ചി ടാക്സ് വെട്ടിക്കാനല്ലേ നമ്മളോട് പറയാം. അതല്ലേ നമ്മൾ ചെയ്തുള്ളൂ. എക്സ്ക്ലൂസീവ് കൊടുത്തോണ്ടിരിക്കുന്നു. പ്രൈം ടൈം എക്സ്ക്ലൂസീവ് കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണ്. നമ്മൾ ടാക്സ് വെട്ടിക്കാൻ ചെയ്തതാണ്. നമ്മൾ ഡെയിലി അത് പൈസയും കൊടുക്കും. ഒരു പ്രാവശ്യം പോലും അത് വന്നില്ലല്ലോ. ഇവരുടെ പോയിന്റ് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ലേ ഈ വീഡിയോ അവർക്ക് എടുത്തത്. അപ്പൊ അവർക്ക് അപ്പം തന്നെ റിയാക്ട് ചെയ്യാൻ അവരെ വീഡിയോക്കകത്ത് ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞൂടെ ചേച്ചി പറഞ്ഞ കാര്യമല്ല നമ്മൾ വേറെ ഒന്നും അവിടെ തെറ്റിച്ച് ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചി എന്ത് ധൈര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഷൗട്ടി സംസാരിക്കുന്നത് നമ്മൾ എന്ത് ദ്രോഹം ചേച്ചിയോട് ചെയ്തത് എന്ന് ഒരു വാക്ക് എന്താ ഈ 3 പേരും എക്സ്ക്ലൂസീവ് കൊടുത്ത ആ 3 പേരുടെയും നാക്കിന്റെ അളവ് വെച്ച് നോക്കിയാൽ ഇതൊരു 1% ഒരു മിണ്ടുന്നില്ലല്ലോ. അവർക്ക് എന്നെക്കാൾ വലിയ നാക്കുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനൽസിലൂടെയും കണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്തപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ നാടകത്തിന് വേണ്ടിയിട്ടെങ്കിലും അവരെന്തുകൊണ്ട് ചോദിച്ചില്ല? ചേച്ചി ഇതാണ് അതിന്റെ ഇത്രയും പറയുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ നിങ്ങളല്ലേ എല്ലാ തെറ്റും കാണിച്ചത് നിങ്ങളല്ലേ ടാക്സ് വെട്ടിച്ചത് നിങ്ങളല്ലേ എന്നൊരു പ്രാവശ്യം അവർ ചോദിക്കാത്തത് ആ ഒരു ഒറ്റ ചോദ്യത്തിൽ വരെ ലോക്ക് ചെയ്യാൻ പറ്റും. ഈ 3 മൂവർ സംഘത്തിനെയും ആ ഒറ്റ ചോദ്യത്തിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് കാണാം. ഞാൻ അവരോട് പറഞ്ഞു കട്ടും മോട്ടിച്ചല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത് നിങ്ങളെ പോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുപോലും ഒരു എതിർപ്പില്ല. മിണ്ടാതിരിക്കുക. അപ്പോൾ സൈഡിലിരിക്കുന്ന മിസ് രാധകുമാരി അക്ക രാധു മനോജ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മാഡം രാധു മാഡം അതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ജാതി എന്തൊക്കെയോ പറഞ്ഞു ഹിന്ദു. ഇപ്പോഴും ഞാൻ പറയണം എപ്പോഴും പറയണം മേലെ ഇതുപോലത്തെ വർത്തമാനം ആക്ച്വലി പറയരുത്. ആരോടും പറയരുത്. ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതല്ല കയറി പിടിക്കണ്ടേ. ജാതി മതം ചീപ്പാണ്. ഡോണ്ട് യൂസ് ദാറ്റ് ജാതി കാർഡ് എനിവേ. മനസ്സിലായില്ലേ? അതും
ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണുന്നവർക്ക് മനസ്സിലാവും. അത് അങ്ങനെ ചെയ്യരുത്, മനസ്സിലായില്ല. കാരണം ഞാൻ ജാതി നിങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എന്നോട് ഫസ്റ്റ് ചോദിച്ചാൽ മതി എവിടെ വരുന്നത്, ജാതി എന്താ, ഓക്കെ സോറി ഇവിടെ നമ്മൾ ഈ ജാതിയിലുള്ളവരെ എടുക്കാറില്ല, യുവർ ഫയർ എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മൊത്തം കുടുംബത്തിന്റെ ജാതി ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ണടച്ചിട്ടാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്തത്. ആൻഡ് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് കട്ടുമുട്ടിച്ചല്ല ജീവിക്കുന്നത്. ഉടനെ എന്റെ അതായത് ഇവരുടെ കോൾ തന്നെ മ്യൂട്ട് ചെയ്തിട്ട് ഇവരുടെ വേറെ പരിപാടി ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണാൻ പറയാം, നമ്മൾ സംസാരിക്കുന്നത് എല്ലാം ഉണ്ടല്ലോ, ഇവർ വന്ന് ആപ്ലിക്കേറ്റ് കോൾ റെക്കോർഡ് ഓൺ ചെയ്യും. ഇവർ സംസാരിക്കും ഊതുന്നത് എന്താണ്, കോൾ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യും. അതിൽ തന്നെ ഇല്ലേ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ മൊത്തം വീഡിയോ എടുക്കാൻ ഒരാൾ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ഇവരുടെ സൈഡിൽ ഇത് പൊട്ടനെ പൊട്ടിയോ എന്നിട്ട് ഇതിനകത്ത് അപ്പോൾ ഉടനെ ദിവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറയാൻ, നമ്മളിപ്പോ എന്തോന്ന് പറയാൻ. സൈഡിൽ രാധാകുമാരിയുടെ വക ഒരു നാടകമുണ്ട്, എനിക്കിത് കേൾക്കാൻ വയ്യോ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പറ, അത്രേ ഉള്ളൂ. ഇവിടെ പൈസ നഷ്ടപ്പെട്ട ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ട ആള്, മോട്ടിച്ച് നിങ്ങൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നല്ല ലക്ഷറി ജീവിതമാണ്. ഞാൻ ദിവ്യ എന്ന് പറഞ്ഞാൽ വീട് വെച്ച് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഇത്ര ലക്ഷറി ജീവിതം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യണം? ഞാനോ എന്റെ ഭർത്താവ് പോലെ സൂയിസൈഡ് ചെയ്യേണ്ട ഇത്രയും പണം പോയതിന്റെ പേരിൽ. അപ്പോൾ അതിനകത്ത് മിസ് രാധു മാം പറയുന്നത്, എന്തെങ്കിലും ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവേണമെന്ന് പറ എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഇത് അവരുടെ അടുത്തൊരു കാർഡാണ്, ജാതി കാർഡ് പോലെ സൂയിസൈഡ് കാർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ കാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഇവർ എന്റെ അടുത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിനകത്ത് കിട്ടിയിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരന് അല്ലെങ്കിൽ കറിയായിരുന്നു. അപ്പൊ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പോയി ചത്തോളാൻ പറയുന്നതാണ് അവരുടെ ടെൻഷൻ. അതാണ് കാര്യം. ഞാൻ ബാക്കി കേൾപ്പിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കോൾ ദിവ്യനെ ചെയ്യാൻ കാര്യം, എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരുടെ പേര് എന്തായിരുന്നു? പക്ഷേ പേര് പറയാൻ പാടില്ല, പേര് പറയുന്നില്ല. ആ പുള്ളിക്കാരി ഇതുപോലെ നമ്മുടെ റീസെല്ലറാണ്. അത് ഞാൻ അറിയുന്നില്ലായിരുന്നു. ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം இந்த பேர் தான் காமிக்குது. நான் வந்து இங்க ரீசெண்ட் யூஎஸ் ரீசெண்ட் ஆக்சுவலா நாங்க உங்ககிட்ட இருந்தா ப்ராடக்ட் வாங்கி ஆக்சுவலா வந்து നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് യുഎസിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ലാസ്റ്റ് 1 ഇയർ ഉங்க ப்ராடக்ட் தாங்க நாங்க ஆக்சுவலா வந்து സെൽ பண்ணிட்டு. അതായത് ഞാൻ അറിയാത്ത റീസെല്ലിംഗ് 1 ഇയർ ആയിട്ട് പുള്ളിക്കാരി നടത്തുന്നു, ഓബയോസി ആയിട്ട്. മനസ്സിലായി. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ഞെട്ടിപ്പോയി. ഓബയോസി ജോലി ഞാനിട്ട് അവരുടെ ഷി വാസ് ഗെറ്റിംഗ് മൈ പ്രോഡക്റ്റ് ഫോർ ഹോൾസെയിൽ റേറ്റ് ആൻഡ് സെല്ലിംഗ് ഇറ്റ് അവിടെ യുഎസിൽ, അവിടുത്തെ യുഎസ് മലയാളി ക്ലയൻസിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ക്ലയൻസിന്. അപ്പോൾ അത് ആ ബിസിനസ് മുഴുവൻ വാട്സ്ആപ്പ് ത്രൂ ആണ്. അതായത് വാട്സ്ആപ്പിൽ വരുന്ന കംപ്ലയിൻസും എൻക്വയറീസും എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ മിസ്സസ് വിനിതേനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിതേനെ അത് ഏൽപ്പിച്ചപ്പോൾ വിനിത ആൾക്കാരുടെ കംപ്ലയിൻസ് കേട്ട് അതിന് ഒരു ഉത്തരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ അവരുടെ കൺസേൺസ് എന്നെ അറിയിക്കുകയോ ചെയ്യുന്നതായിരുന്നു എന്റെ ജോലി. അതിനായിട്ട് അഡീഷണൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ബാക്കി 2 സ്റ്റാഫുകളെക്കാൾ പേയ്മെന്റ് കൂടുതലായിരുന്നു വിനിതയ്ക്ക്. ബിക്കോസ് ഷി വാസ് അസൈൻ ടു ഡു ദീസ് സിമ്പിൾ ഡ്യൂട്ടീസ്. പക്ഷേ അയാൾ കസ്റ്റമേഴ്സിന്റെ കോൾ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു, ഒരാളുടെ കൺസേൺസ് എന്നെ അറിയിക്കത്തില്ലായിരുന്നു. ഇതെല്ലാത്തിനുപരി യുഎസിലുള്ള റീസെല്ലറായിട്ട് പുള്ളിക്കാരി ബിസിനസ് നടത്തുകയാണ്. ഒരു വർഷമായിട്ട് നടത്തുന്നത്. അവർ പലപ്പോഴും ഇതുപോലെ ഞാനാണെന്ന് വിചാരിച്ചൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പുള്ളിക്കാരി ഞാനായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരി ഈ റീസെല്ലറിനെ പറഞ്ഞ് വിശ്വസിക്കുന്ന കാര്യം ഇതിനകത്ത് വെബ്സൈറ്റിനകത്ത് ഓർഡർ ചെയ്യുന്നത്. കാര്യം എന്താ, വെബ്സൈറ്റിനകത്ത് പൈസ ഫുൾ റെക്കോർഡ് ആയിട്ട് വിത്ത് GST ആൻഡ് എവറിത്തിങ് ക്ലിയർ ആയിട്ട് എൻ്റെ ലോട്ടാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ബിസിനസ്, പിന്നെ ഇവരെന്ത് സംസാരിക്കാൻ റീസെല്ലറിനോട് സമയം പോകില്ല ജീവിതത്തിൽ. അപ്പോൾ ഇവര് പുള്ളിക്കാരോട് പറഞ്ഞു വെബ്സൈറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10-15 ദിവസം എടുക്കുന്ന കിട്ടാൻ. പക്ഷേ എന്നാൽ നിങ്ങൾ വാട്സ്ആപ്പ് ത്രൂ ആണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസത്തിൽ ഞാൻ സാധനം എത്തിച്ചു തരാം. നമ്മുടെ സ്റ്റോക്ക് വിറ്റ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ അവർക്കും കൊടുത്ത് പൈസ മാത്രം. പക്ഷേ ഇവർക്ക് പക്ഷെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. എന്റെ സ്റ്റോക്ക്, എന്റെ പാക്കിംഗ് മെറ്റീരിയൽസ്, എന്റെ ഓഫീസിലെ AC, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഓഫീസ് ഫോണ്, ഞാൻ റീചാർജ് ചെയ്യുന്ന സിം, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മെസ്സേജ് മാത്രം വരും. ഓഫീസ് ഫോൺ റീചാർജ് ചെയ്യുന്നു. ചേച്ചി നെറ്റ് തീരാറായി, ഇനിയിപ്പോൾ ക്ലയൻസിനെ ഒന്നും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല, ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ? അതിന്റെ ഡാറ്റ എന്തെങ്കിലും ഉണ്ട്, ഞാൻ ടക്ക് റീചാർജ് ചെയ്ത് കൊടുക്കും. കാര്യം എന്താ, എനിക്ക് എന്റെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, എനിക്ക് എന്റെ കസ്റ്റമർ സർവീസ് നന്നാക്കണം. ഞാൻ അപ്പോൾ റീചാർജ് ചെയ്യണം. ഒരാൾ പോലും നെറ്റ് ഇല്ലാതെ കോൺടാക്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ നെറ്റ് ഇല്ലാതെ ഇരിക്കരുത്. ഞാൻ അപ്പോൾ റീചാർജ് കൊടുക്കും. പെട്ടെന്ന് ഡീൽ എല്ലാ കസ്റ്റമേഴ്സിന്റെ കാര്യം പെട്ടെന്ന് എന്തൊക്കെ ഇഷ്യൂ തന്നെ ഇപ്പോൾ അറിയിക്കണം. ഇവർ ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് പോയിട്ട് അടുത്ത ബിസിനസ് തുടങ്ങും. എനിവേസ് അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ നമുക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അവർക്ക് അത് പിന്നെ ഉറങ്ങാൻ പറ്റിയെന്നത് വരും. നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പറഞ്ഞു വെച്ചാൽ ഈ കസ്റ്റമറിന് നമുക്ക് ഓൾറെഡി അയച്ച സ്ക്രീൻഷോട്ട്സ്, അതായത് ഈ റീസെല്ലർ നമുക്ക് അയച്ച ചാറ്റ്, പുള്ളിക്കാരി തന്നെ പറഞ്ഞു ഞാൻ 55,000 അകത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 1 ഇയറിനകത്ത്. അതും ഞാൻ ഒറ്റയടിക്ക് 55,000 അല്ല 5,000 6,000 പോലെ സ്റ്റോക്ക് എടുത്തോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇതൊക്കെ ആരുടെ അക്കൗണ്ട് അയച്ചുകൊണ്ടിരുന്നത് സ്ക്രീൻഷോട്ട് ഉണ്ടോ ചോദിച്ചു. ഞാൻ ആ സ്ക്രീൻഷോട്ട്സ് കൂടി ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട് ചാറ്റ്. നമുക്ക് അത് അവിടെ ഇരിക്കട്ടെ. ആരുടെയോടാണ് പേയ്മെന്റ് പോയി നമ്മൾ കാണിച്ചു തരാം. ഇത് പുള്ളിക്കാരി തന്ന പേയ്മെന്റ്സ് ആണ്. ഇതെല്ലാം മിസ് ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ദിവ്യനെ വിളിച്ചിരിക്കുന്നത്. ആ കോളാണ് ആക്ച്വലി ഇത്. കാര്യം ഇവരുടെ 2000 മോട്ടിച്ചുള്ളൂ, 3000 മോട്ടിച്ചുള്ളൂ, ബിരിയാണി മേടിക്കാനാണ് മറ്റേ ചായ മേടിക്കാനാണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് വരുന്നത്. അപ്പോൾ അതിലേ ഉണ്ട് 55,000. ആ മൊത്തം പേയ്മെന്റ് പോയത് ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ടിലോട്ടാണ്. ഞാൻ ഇപ്പോൾ ദിവ്യോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ദിവ്യ പറഞ്ഞത് ഒരു 50,000 ഇതിനെ നമ്മൾ എടുത്തിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ദിവ്യ 50,000 നീ പറയരുത്, ഈ ഒറ്റ കസ്റ്റമറിന്റെ 55 ആയി കഴിഞ്ഞ്. അപ്പോൾ 100 കസ്റ്റമേഴ്സ് ഓൾറെഡി ദിവ്യയുടെ അയച്ചു കഴിഞ്ഞു. ഇനി അല്ലാതെ സെപ്പറേറ്റ് ഒറ്റ കസ്റ്റമറിനാണ് 55,000 മാത്രം ഒറ്റ കസ്റ്റമറിന്. അപ്പോഴും ദിവ്യ മുന്നോട്ട് പോരാട്ടം വരണം. അപ്പോൾ എന്നോട് പറയാം ഞാൻ 50,000 എടുത്തിട്ടുണ്ട്. ഞാൻ
അപ്പോഴും നിയമത്തിന്റെ കൂടെ തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ കോളിൽ ഇരിക്കുന്നത്. ഞാൻ സ്റ്റേഷനിൽ കൊടുത്ത് എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ രാവിലെ ഒറ്റയ്ക്കായാലും സ്റ്റേഷനിൽ പോയി കൊടുത്തിരിക്കും എന്നുള്ളത് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ നമ്മളാണ് ആദ്യം കേസ് കൊടുത്തത്. ഈ 3 ചേച്ചിമാരുടേതും ഈ 3 മാഡത്തിന്റെയും കൗണ്ടർ കേസ് ആയിരുന്നു. അതെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇതിനകത്തോടെ നിങ്ങൾ അറിയാം. ഞാൻ തൊട്ടടുത്ത ദിവസം കേസ് കൊടുത്തിരിക്കുന്നത് ഇവര് കൗണ്ടർ കേസ് പിന്നീട് കൊടുത്തതാണ്. നമുക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അവരുടെ ഫ്രോഡ് കേസ് കൊടുത്ത് ഒരുപാട് പേരുടെ മെയിൽ അയ്യോ. പക്ഷേ എന്താ നമ്മൾ അവരെ പൊക്കിയല്ലോ ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുകയാണ്. പക്ഷെ നമ്മളവര് അതാണ് പറയുന്നത്, സത്യം എന്നും ജയിക്കും. എന്തൊക്കെ എന്താ പറയാ, എനിക്ക് പോലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു തെളിവ് ഇവർ പുറത്തു വിട്ടു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ 3 of you ഫോർ ദാറ്റ്. ആക്ച്വലി നിങ്ങൾ ഇത്രയും ദ്രോഹിച്ചെങ്കിലും ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. വിനിത മാം, രാധു മാം ആൻഡ് ദിവ്യ മാം, നിങ്ങൾ 3 പേരും എന്റെ ലൈഫിൽ ഈ അടുത്ത കാലം ചെയ്തതിൽ ഏറ്റവും വലിയ സഹായമായിരുന്നു ഇത്. ശരിക്കും അതായത് നിങ്ങളുടെ ബുദ്ധി കൂടിയതിന്റെ ആണോ ബുദ്ധി ഇല്ലായ്മയുടെ ആണോ എനിക്ക് അറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. ശരിക്കും ഇവരെന്റെ കോള് സത്യം പറഞ്ഞാൽ പാതി സമയം മ്യൂട്ടിലിട്ടിട്ട് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് 3 പേര് ഇരിക്കുന്നത്. 3 പേര് മറ്റേ ഈ കിളി പോയ ഒരു എഫക്റ്റില്ലേ, കിളി പോയ എഫക്റ്റിൽ അണ്ടി പോയി അങ്ങനെ പോയാണ് 3 പേര് ഇരിക്കുന്നത്. 3 പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്ത് ചെയ്യാൻ സി ഇതിന് ഇവരുടെ സൈലൻസ് ഇല്ലേ, ഞാൻ ഇത്രയും ഷൗട്ട് ചെയ്യും, ഇത്രയും സൗണ്ട് റേസ് ചെയ്യും, ഇത്രയും തെറി വിളിക്കുന്ന ബി പി കേൾപ്പിച്ചിരിക്കുന്നു നിങ്ങളെ. ഈ സൈലൻസ് ഉണ്ടല്ലോ അവരുടെ, ദാറ്റ് പ്രൂവ്സ് അവർ ക്രിമിനൽസ് ആണെന്ന് ഞാൻ ഇന്നസെന്റ് ആണെന്നുള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ അവർ തെറി വിളിക്കുന്ന ബി പി നിങ്ങൾ അവർ കേൾപ്പിച്ചിരിക്കുന്നു. സത്യം പറയാം, എന്നെ കാട്ടി പോയി തെറി അവർക്ക് ഉറപ്പായിട്ട് അറിയായിരിക്കും. അതും ഇത്രയും മറ്റേ മീഡിയയുടെ മുമ്പിൽ നാക്കുള്ളവർക്ക് എന്നെ എന്തുകൊണ്ട് 2 തെറി വേണ്ട, ഒരു തെറിയെങ്കിലും അവരുടെ മാന്യതയാണ്. ശരി, പോട്ട് എതിർത്ത് സംസാരിക്കാത്തത് നിങ്ങളുടെ ഭാഗം സത്യം. ചേച്ചി പറഞ്ഞില്ല ഒരു പ്രാവശ്യം കോൾ പറയണ്ടേ, അത് അവരുടെ കോളിൽ അവരെങ്കിലും പറയണ്ടേ. നാടകമെങ്കിലും വെക്കണ്ടേ. ജസ്റ്റ് ടെൽ സി എല്ലാ ദിവസവും വൈകുന്നേരം നീ അല്ലേ നമ്മുടെ ക്യാഷ് എടുത്ത് തരാൻ പറഞ്ഞേ, എല്ലാ ദിവസവും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ നീ അല്ലേ പറഞ്ഞേ. ഇത് ആലോചിക്കുമ്പോൾ 2 ദിവസം അവർക്ക് സമയം കിട്ടില്ല. അങ്ങനെ ഒരു കഥ പറയാൻ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തതായിരിക്കും. അത് ശരിയാ, ഇത് അവരുടെ കയ്യിൽ നിന്ന് പോയതാണ്. നമ്മൾ ലീഗായി പോകുന്നുണ്ട്. എന്നിട്ട് അവരാണ് ആദ്യം കേസ് കൊടുത്തൊന്നും പറഞ്ഞിട്ടോ. അത് അട്ടർ നോൺസെൻസ്. ഇതൊക്കെ സോറി എന്ന് പറഞ്ഞാലോ എന്നൊക്കെ സൈഡ് ചോദിക്കുന്നു. സോറി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തവരെ എന്നോട് എന്തിനാ സോറി പറയുന്നത്? ഞാനല്ലേ നിങ്ങളോട് സോറി പറയണ്ടേ? ഞാനല്ലേ നിങ്ങളെ കൂടെ ചെയ്യിപ്പിച്ചത്? അപ്പോൾ ഞാനല്ലേ നിങ്ങളോട് സോറി പറയണ്ടേ? വൈ ഷുഡ് ഐ ബി ഷൗട്ടിംഗ് ഇറ്റ്? വൈ ഷുഡ് യു ബി അപ്പോളജൈസിംഗ് ടു മീ? അത് നിങ്ങൾ 3 പേരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ നാളെ കാര്യം ചെയ്യും. നിങ്ങൾ പ്രൈം ടൈമിൽ വന്ന് എക്സ്ക്ലൂസിവിറ്റി ഇത് പറ. നിങ്ങൾ എന്തിന് വാടച്ചിരുന്നു? നിങ്ങളുടെ മാന്യതയായിരുന്നു. എന്ത് തെറി വിളിച്ചാലും നമ്മൾ കേട്ടോണ്ടിരിക്കും. എല്ലാ കുറ്റവും നമ്മൾ സമ്മതിച്ചു. ഇതെല്ലാം നിങ്ങളുടെ മാന്യതയാണെന്ന് നിങ്ങൾ പറ. വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് അനദർ ഓപ്ഷൻ ലെഫ്റ്റ്. എന്തിന് സോറി? ഒരു തെറ്റും ചേട്ടൻ എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഞാൻ നിങ്ങളുടെ അവിടെ ജാതിയുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അവിടെ വർക്കിന്റെ അവിടെ പീഡിപ്പിച്ച് നിങ്ങളെ കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞൂടെ? നമ്മളെ കൂടെ ഇത്രയും പണി എടുപ്പിച്ചില്ലേ, നീ ഉണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞൂടെ? ഒരു കാര്യം നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ദൈവോ? നിങ്ങൾ ഞാൻ പറഞ്ഞെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. ഞാൻ നിങ്ങളെ പോലെ സാധാരണ മനുഷ്യൻ തന്നെയല്ലേ. എന്ത് കേട്ടോണ്ടിരിക്കണം? എന്നെ എന്റെ ഭർത്താവിനെ ആരെങ്കിലും തെറി പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ഇവരുടെ ഹസ്ബൻഡ് കേട്ടോണ്ടിരിക്കുന്ന അവർക്ക് നിങ്ങൾക്ക് ഒരു നട്ടിലില്ലേ എന്നെ തെറി പറയാൻ? അന്ന് ചോദിച്ചൂടെ ഒരു പക്ഷേ നീ ആരുടെ എന്റെ പെണ്ണുമ്പിളെ പറയാൻ? എന്ന് ചോദിച്ചൂടെ? യു കുഡ് ജസ്റ്റ് ആസ്ക് നോ. But why are you keeping your silent? Why are you telling sorry? പിന്നെ സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തത് ഇത് അന്ന് ആക്ച്വലി രാത്രി നടന്നേക്കുക. നമ്മൾ കേസ് കൊടുക്കുന്നതിന്റെ തലേന്ന്. അപ്പൊ ഇവർക്ക് സമയം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഈ സത്യം പറയല്ലോ, ബീഫ് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അവരെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ എന്തൊരു പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്കതിനകത്ത് എന്റെ മാനസിക നില തെറ്റിയിരിക്കുക കംപ്ലീറ്റ്. അത് ഞാനല്ല, നിങ്ങൾ ആരായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ മോഷണം പോയി 1 by 1 ഇങ്ങനെ ലേറ്റ് നൈറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും വിശ്വസിച്ചിരുന്നവർ നിങ്ങൾ എല്ലാ പരിപാടിക്കും വിളിച്ച് നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ സൈഡിൽ ഫോട്ടോ ഇടാം. 5th month സെറിമണിക്ക് ദിവ്യ വന്ന് സ്റ്റേജിൽ നിൽക്കുന്നത്. ഇവരെയാണ് ഞാൻ ജാതി മതത്തിന്റെ പേര് പറഞ്ഞ് അടുപ്പിച്ചില്ലെന്ന് പറഞ്ഞത്. സ്റ്റേജിൽ കയറി എന്റെ കയ്യിൽ വളയിട്ട് തരണം ഞാൻ വിളിച്ച് വരുത്തിയിട്ട് വന്ന ആളാണ്. ജാതി മതം ഉണ്ടെങ്കിൽ അവരെന്തിനെ കൈ തുറണം, അവരെന്തിന് സ്റ്റേജിൽ കയറണം, അവരുടെ വഴി തൂത്തുള്ളുന്നു. ഞാൻ ബാക്കി ഒരു 2 ഇതിന്റെയും കൂടെ ഫോട്ടോ വീഡിയോ ഉണ്ട്. ഞാൻ എന്റെ ഫോട്ടോഗ്രാഫറിനോട് ചോദിച്ചേക്കാം. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അവസാനം അത് കൂടെ ഞാൻ ഇടാം. എന്തായാലും ദിവ്യ മാമിനെ നിങ്ങൾ കണ്ടോളൂ. ഞാൻ ജാതി മതം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളാണ്. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ തുടങ്ങുന്ന അന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ മാന്യത കീപ്പ് ചെയ്തില്ല. പക്ഷേ ഇന്നിപ്പോൾ അവർ സ്വയം ഡിസൈഡ് ടു ബിക്കം പോപ്പുലർ ഓവർനൈറ്റ്. അവരെല്ലാം ന്യൂസ് ചാനൽസിലും അവർ വന്ന് എക്സ്ക്ലൂസീവ് പ്രൈം ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കും. സോ ഓൾറെഡി ഫേമസ്. അപ്പോൾ നമ്മളായിട്ട് അവരെ ഫേമസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഐ തോട്ട് ഓൾറെഡി ഫേമസ് ആയവരുടെ ഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഇവർ പുറത്ത് വരാതെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നവരല്ല. അപ്പോൾ അവർ തന്നെ വിട്ട് അവരുടെ തന്നെ വീഡിയോ കാണിച്ചിട്ട് ഞാൻ അവരെ കാണിക്കാൻ വിചാരിച്ചു. പിന്നെ ഈ 3 പേരുടെ ഫേസ് നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കണ്ടതാണല്ലോ. ഇത് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെച്ചോളൂ. എവിടെ കണ്ടു കഴിഞ്ഞാലും എവിടെ കയറി ഫുഡ് കഴിച്ചാലും ദേവി നിങ്ങൾ സൂക്ഷിച്ചോണം. കൈ പൈസ ഉണ്ടോ എന്ന് ചോദിക്കാം. ശരിയാ, പൈസ അവരുടെ കയ്യിലുണ്ട്. സോറി, അവിടുന്ന് ഫുഡ് ഞാൻ കട്ടോ ഇല്ലയോ നിങ്ങൾ അന്വേഷിക്കാം. 3 പേരുടെ നമുക്ക് എവിടെ വെച്ച് കണ്ടാൽ നിങ്ങൾ നോട്ട് ചെയ്യണം.
ഇത് കോമഡി ഒന്നുമില്ല. ലൈഫിൽ നിങ്ങളെ പ്രൊഫൈൽ പിക്ചർ ഇനി ഇടൂലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൾ കിട്ടിയത്. അതിനുശേഷം 3 പേർക്ക് പ്രൊഫൈൽ പിക്ചർ ഇല്ല. അയ്യോ സത്യം. അപ്പൊ പോയത് അവരുടെ 3 പേര് പ്രൊഫൈൽ പിക്ചർ. അതായത് അവരെ റിമൂവ് ചെയ്തു. കാര്യം അങ്ങനെ പോലും അവരുടെ ഫേസ് പുറത്ത് പോകരുതെന്ന് അവർ വിചാരിച്ചു. കാര്യം അത്രയ്ക്ക് ക്രിമിനൽസ് ആയിട്ടുള്ള 3 പേരാണ് ഇവർ. നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്ന വേറൊന്നുമല്ല. പല കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന ഐറ്റംസ് 3-4 പ്രാവശ്യമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണം. അതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും യു വിൽ ബി ക്വസ്റ്റ്യനബിൾ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് റിപ്പീറ്റഡ്ലി വയ്യാതെ ട്രിപ്പിട്ട് കിടന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവർ പലപ്പോഴും ഇറസ്പോൺസിബിൾ ആയിരുന്നു. സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നു. കസ്റ്റമേഴ്സ് വിളിച്ച ഫോൺ എടുത്തില്ല. പല കസ്റ്റമേഴ്സിനോട് മോശമായി സംസാരിച്ച റെക്കോർഡ്സ് നമ്മളുണ്ട്. പിന്നെ പേഴ്സണലി എന്നെ വിളിച്ച് പറയുന്നുണ്ട്, കടയിൽ വരുമ്പോൾ 3 പേരും മൂതേരി പോലെ നിൽക്കുന്നത്, ഒരു ഐശ്വര്യമില്ല 3 പേരും. അവരുടെ കടയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരോടും മോശമായിട്ടാണ് പെരുമാറുന്നത്. അവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സ് എന്ത് ചോദിച്ചാൽ എടുത്ത് കാണിച്ചു തരാം, ഒരു താല്പര്യം കാണിക്കാറില്ല. ഇതെൻ്റെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. പേഴ്സണലി വിളിച്ചു മെസ്സേജ് അയച്ചു. അപ്പോൾ ഇത് ഇത്രയും ഇവർ ചെയ്ത് എന്നെ ദ്രോഹിച്ചിട്ടായിരുന്നു ഒരുപാട് യൂട്യൂബ് ചാനൽസിലുള്ള ആൾക്കാർ എൻ്റെ അഗൻസ്റ്റ് വീഡിയോ ഇറക്കിക്കൊണ്ട് വന്നത്. മറ്റേ ഓബയോസി സ്കാമർ ഫാമിലി സ്കാമർ ഹസ്ബൻഡ് സ്കാമർ നാട്ടിൽ പോകുന്നു സ്കാമർ എന്ന് പറഞ്ഞ് കുറേ. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് ആയിരുന്നപ്പോഴാണ് ഞാൻ സഹിച്ചു കൊടുത്തത്. അന്ന് ലോകത്താർക്കും അറിയില്ല ഞാൻ പെട്ടെന്നാണ്. അതെനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഹസ്ബൻഡിനും അറിയാം. അതെല്ലാം ഞാൻ മനസ്സിൽ ഉള്ളിൽ വെച്ച് ഞാൻ ഉരുകി മരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നാൾ. ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ പേര് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്നെ ദ്രോഹിച്ചതിനാണ് ഞാൻ അപ്പോൾ പോലും അനുഭവിച്ചത് യൂട്യൂബിനകത്ത്. അല്ലാതെ ഞാൻ പേഴ്സണലി ആർക്കും പാക്ക് ചെയ്ത് കൊടുത്ത സാധനം പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഏതെങ്കിലും കസ്റ്റമറോട് മോശമായിട്ട് പെരുമാറിയോ അല്ലെങ്കിൽ കസ്റ്റമർ ഷോപ്പിൽ വരുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിരിക്കുന്നതോ ഒന്നും അതിന് കംപ്ലൈന്റ് മനസ്സിലായില്ലേ. അപ്പോൾ ഇപ്പോൾ താങ്ക്ഫുള്ളി വി ഹവ് ഗോട്ട് എ ന്യൂ സെറ്റ് ഓഫ് OBOC staff and everything is going perfect. We have assigned or recruited a new store manager and the sales executives. Our packing team is very strong. We have 4 to 5 packing members. എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടയിലുണ്ടാകുന്ന ഒരു ഡിലേ ഇവരെ 3 പേരും കാരണമായിരുന്നു. Which of course you can see the drama. ഓക്കെ, ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അത്രയ്ക്ക് കെഞ്ചിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മിസ്റ്റേക്സ് ഇനി കാണിക്കരുത് പ്ലീസ്. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലായിരുന്നു. ഒട്ടും വയ്യാതെ സമയത്തായിരുന്നു ഈ എന്നെ പറ്റി യൂട്യൂബിൽ ആരോപണങ്ങളും റോങ് ആയിട്ടുള്ള വീഡിയോസ് വന്നത്. അതിട്ട ഒരാളുടെ വീഡിയോ നമ്മൾ പുള്ളി അട്ടർ നോൺസെൻസ് എന്നെ പറ്റി പറഞ്ഞിട്ട് അവസാനം കൊല്ലത്തുള്ള പോലീസ് ഇടപെട്ട് അത് പുള്ളിയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിച്ചു. കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് എന്നെ പറ്റി മോശമായിട്ടുള്ള ഫോട്ടോയൊക്കെ ഉപയോഗിച്ചാൽ പുള്ളി സംസാരിച്ചു. പിന്നെ ആ പുള്ളി ആ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല. പിന്നെ പുള്ളി വേറെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരോട് കെഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ഇടയിൽ എനിക്ക് ഇത്രയും മറ്റേ ഗൂഗിൾ റിവ്യൂവും കസ്റ്റമേഴ്സിന്റെ 1-2 പേര് കംപ്ലൈന്റ് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ വയ്യ, പ്ലീസ് ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുന്നത്. ഞാൻ കെഞ്ചി എന്ന് അവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ അവരെല്ലാം നോക്കിക്കോളാം ചേച്ചി, എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ വാരുകയായിരുന്നു അടിയിൽ കൂടെ വയ്യാതെ കിടന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ അനിയത്തിമാരെ പോലെ കണ്ടു എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അവരാണ്, അവർക്ക് വേണമെങ്കിൽ മാത്രം ഒന്ന് പറയാലോ, നീ എപ്പോഴാണ് നമ്മൾ അനിയത്തിമാരെ പോലെ കണ്ടത്? നീ ജാതി മതം പറഞ്ഞ് നമ്മളെ വ്യക്തിപരമായി വരെ നമ്മളെ മാറ്റിയിരുത്തുന്നവരായിരുന്നല്ലോ എന്ന് അവർക്ക് ചോദിക്കാമല്ലോ. നീ എപ്പോഴാണ് നമ്മൾ മാന്യമായിട്ട് പെരുമാറി? നീ എപ്പോഴാണ് നമ്മൾ അനിയത്തിമാരെ പോലെ കണ്ടത്? ഒരൊറ്റ ചോദ്യം അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ലോക്കാവും. ഒരൊറ്റ ചോദ്യം അവർക്ക് ചോദിക്കുന്നത്. പക്ഷെ അവർ ചോദിക്കുന്ന പോലും ഇല്ല. സൈലന്റ്. ദർ ആക്ച്വലി അക്സെപ്റ്റിംഗ് എവരിത്തിങ് ദാറ്റ് ഐ ആം ടെല്ലിംഗ്. ഞാൻ അനിയത്തെ പോലെ അല്ലേ കണ്ടേ ചോദിക്കുന്നത് മിണ്ടാതിരിക്കുന്നു. ഞാൻ മാന്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു കെഞ്ചി ചോദിക്കുന്നത് മിണ്ടാതിരി കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം അവരിന്ന് ന്യൂസ് എന്താണ് പറഞ്ഞത്? ഞാൻ ജാതി മതം വെച്ചിട്ട് പെരുമാറുന്നു, ഇവരെ മോശമായി ട്രീറ്റ് ചെയ്യുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഇവരോട് ഞാൻ നിങ്ങളുടെ കെഞ്ചിയിലെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് ജാതി മതം ഈ കോളിൽ റെക്കോർഡ് ചെയ്യുന്ന അറിയുന്ന പോലും ഇല്ല. എനിക്ക് വേണമെങ്കിൽ ഈ കോളിനകത്ത് പറയാനുള്ളൂ, നീ ഇന്ന ജാതി അല്ലേ, നീ അതിലേ ഇങ്ങനെ ചെയ്തെന്ന് ഒരു പ്രാവശ്യം ഞാൻ പറയുന്നില്ല. ഐ കൻ ടെൽ നോ. അപ്പോൾ ഞാൻ അങ്ങനെ അത് വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഒരു പ്രാവശ്യം ഇത് റെക്കോർഡ് ചെയ്യുന്ന അറിഞ്ഞിട്ട് പോലും ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുക. ഐ കൻ ജസ്റ്റ് ആസ്ക് ഈ ജാതിയിലുള്ള എൽ നീ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. എന്നാൽ അവർക്ക് എത്ര ഭംഗിയായിട്ട് അത് പോസ്റ്റും ചെയ്യാതെ അതൊന്നും അവിടെ ഇല്ല. രാവിലെ സൈഡിലിരുന്ന് പാനിക് അറ്റാക്ക് വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം പുള്ളിക്കാരിക്ക് ഊക്കി എന്നുള്ളത് പിടി കിട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറ, കെട്ടിത്തൂക്കി ചാവെന്ന് പറ, അത് പറ, ഇത് പറ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ? അതാണ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ പറഞ്ഞതല്ല, ഇത് എന്ത് തെറ്റാ അവിടെ ചെയ്തല്ലേ? അതെ, നിങ്ങൾ ഭയങ്കര നന്മ പറയാൻ പോലെ ആക്ച്വലി ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും. എന്താ നമ്മൾ ഭീഷണിപ്പെടുത്തി, നമ്മൾ കുറ്റസമ്മതം നടത്തിപ്പിച്ചു. ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പോലും ഇല്ല, തൊട്ടടുത്ത് പോലും ഞാൻ നിങ്ങളെ കെട്ടിയിട്ടോ കയറ്റി പിടിച്ചിട്ടോ ഒന്നും ഭീഷണിപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് വായുണ്ട്, നല്ല നീണ്ട നാക്കുണ്ടെന്നുള്ളത് ഇന്ന് എല്ലാവരും ന്യൂസിൽ കണ്ടു. നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞാൽ പോലെ വാടിക്കടി നീ ആരെയും നമ്മളിങ്ങനെ പറയാൻ ഒറ്റ വാക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് അവർ വിട്ട വീഡിയോ ആണ്. അത് എന്റെ ബെഡ്റൂം അല്ല, എന്റെ ബെഡ്റൂമിൽ അവരിക്കുന്ന ഫുട്ടേജ് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂം. എന്റെ ബെഡ്റൂം പ്ലീസ്. ഈ റീസെല്ലർ ആള് പുള്ളിക്കാരി എന്റെ വളരെ വലിയ ഫാനായിരുന്നു. പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞ ദിയയുടെ ബിസിനസ്സും ദിയയുടെ ജ്വല്ലറിയുടെ ക്വാളിറ്റിയും ദിയ എനിക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു ബിസിനസ് ചെയ്യാൻ. അതുകൊണ്ടായിരുന്നു ഞാൻ ദിയയുടെയും തന്നെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വേറെ പേജുകൾ കണ്ടെങ്കിൽ എനിക്ക് ദിയയുടെ തന്നെ വേണമെന്നുണ്ടായിരുന്നു. ദിയയ്ക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ ദിയ ലൈഫിൽ സക്സസ്ഫുൾ ആകുമെന്ന് വിശ്വസിച്ചായിരുന്നു ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇവർക്ക് പോയി ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഐ എം റെഡി ടു give a statement against them എന്ന് പോലും പുള്ളിക്കാരി അന്ന് രാത്രി എന്നോട് പറഞ്ഞു. രസകരമായ ഒരു കാര്യമുണ്ട്. ഇവർക്ക് എവിടെയോ ഒരു ചെറിയ ഡൗട്ട് അയച്ചാൽ ഇവർ ഒരു പ്രാവശ്യം പോലും കൊടുത്ത സാധനം ഡാമേജ് ആയിട്ടില്ല, ഇവർക്ക് പാക്ക് ചെയ്തുള്ളത്. ഓക്കെ, അത് പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ ഇവർക്ക് ഒരു ഡാമേജ് ആയിട്ട് കിട്ടി. അവർ ഉടനെ എനിക്ക് വേറൊരു സാധനം അയച്ചു തന്നു. പക്ഷേ എന്റെ ഡാമേജ് ആയിട്ട് തിരിച്ചയക്കാൻ പോലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് അവിടെ ഏതോ ഒരു എന്ന് വെച്ചാൽ അവരുടെ സ്റ്റോക്കേ അല്ല, അവർ വേണ്ട സ്റ്റോക്കും അല്ല, അവരുടെ ഷിപ്പിംഗ് ചാർജും അല്ല, പാക്കിംഗ് മെറ്റീരിയൽസ് അവരുടെ ഓഫീസ് അവരുടെ AC അവരുടെ ഒന്നും അവരുടെ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ നഖം പോലും അവരുടെ അല്ല, ഒന്നും അവരുടെ അല്ല. അപ്പോൾ അവർക്ക് ഇപ്പം എന്താണ് പൈസ മാത്രം അവരുടെ അക്കൗണ്ടിൽ വരണം, നമ്മൾ ബാക്കി എല്ലാം ചെലവഴിക്കണം. അവരുടെ പേര് എനിക്ക് അതുകൊള്ളാം. എനിക്ക് പറയുമ്പോൾ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാവില്ല. ഇത് കൂടെ ആലോചിച്ചല്ലോ, കൊറിയർ കവർ നമ്മൾ ഷിപ്പിങ്ങിന് പൈസ ഇടണം, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത സ്റ്റോക്ക്. പക്ഷെ പൈസയും അവർ എടുത്തോണ്ട് പോയിട്ട് എന്തോന്ന് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ എവിടെ കൊടുത്തു? ഏത് സ്റ്റോക്ക് പോയി? തെളിവ് താടി.
ചേച്ചി പറഞ്ഞിട്ടല്ലേ സ്റ്റോക്ക് കൊടുത്തത്? ചേച്ചി പറഞ്ഞിട്ടല്ലേ നമ്മൾ സ്റ്റോക്ക് കൊടുത്തത്? ചേച്ചി പറഞ്ഞിട്ടല്ലേ നമ്മൾ നമ്മുടെ അക്കൗണ്ട് പൈസ മേടിച്ചത്? ഇന്ന് ഒരു വാക്ക് ഇവരെന്താ എന്നോട് പറയാത്തെ? എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോഴും നമ്മൾ പറയാം, ഇത് നമ്മൾ എടുത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓക്കെ നമ്മൾ കട്ട് ചെയ്തെന്ന് പറയാം. ഇത് ഇവര് ബ്യൂട്ടിഫുള്ളി എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഭയങ്കര വില്ലത്തി തെറിവിളി അവരെ സ്റ്റാൻഡിംഗ് വിത്ത് ട്രൂത്ത്. അല്ല അവരെ പോലെ എനിക്ക് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് കാണിക്കണം. ഒറ്റ തന്തേ ഉള്ളൂ, ഒറ്റ നട്ടല എനിക്കുള്ളൂ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു കൂടിയ പ്രശ്നം. അയച്ച വീഡിയോ തന്നെ മാറിപ്പോയാ. മൈസൂരിൽ പോയി നീ എടുത്ത സ്റ്റോക്ക് ആണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പോലും ഇതൊക്കെ നീ എന്തിനാണ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അതിന് പകരം അല്ല ചേച്ചി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മിസ് ദിവ്യ ഫ്രാങ്ക്ലിൻ, ദിവ്യ മാം. അശ്വിൻ ഇവരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് തരാം, നിങ്ങൾ പൈസയും തരണ്ട, നമ്മൾ നിങ്ങളുടെ വീഡിയോ പുറത്തു വിടില്ല, സത്യം പറ, ജസ്റ്റ് സേ ദ ട്രൂത്ത് എന്നുള്ളത് മാന്യമായി ഇവരോട് 1000 വട്ടം മാറി പറഞ്ഞു. നമുക്ക് അടിക്കാൻ ഒന്ന് മനസ്സമാനമായിട്ട് ഉറങ്ങാനാ. ഓക്കെ, നിങ്ങൾ എടുത്തെങ്കിൽ എടുത്ത് ഓക്കെ, ഇത്രയും സ്റ്റോക്ക് പോയപ്പോൾ നിങ്ങളെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറയില്ലെങ്കിൽ അത് പിന്നെ എയറിലോട്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒന്നും മിണ്ടിയില്ല. 55,000 രൂപയുടെ സ്റ്റോക്ക് നീ എന്തിന് വിറ്റു എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ ഇരിക്കുവോ? എന്റെ ഭാഷ മോശമായി തോന്നിയതോടെ ഐ വെരി സോറി. അത് എന്റെ മാനസികാവസ്ഥ ആയിരുന്നു. പക്ഷേ ചിലപ്പോൾ എന്റെ സ്ഥാനത്തിന് വേറെ ഇതിന് അപ്പുറം പറഞ്ഞു തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിനൊക്കെ കാമായിട്ട് എടുത്തന്നെ പറയാൻ പറ്റില്ല. ബട്ട് എന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. ഞാൻ വളരെ സാഡായിരുന്നു. അതിന്റെ ഒരു സംസാരം എന്റെ കേൾക്കുന്നത്. ഞാൻ പൊതുവെ അങ്ങനെയുള്ള ഒരാളാണ്, വെരി ജോളി പേഴ്സൺ. ഇത് എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് പ്രിട്ടൻഡ് ആയിട്ട് എന്റെ ലിമിറ്റ് എന്റെ മൂഡ് സ്വിങ്ങിന്റെ അപ്പുറം വന്നുപോയി. ഇതിനകത്ത് അപ്പൊ ദിവ്യ പറയാം, ചേച്ചി അതിന്റെ നമ്മൾ പറഞ്ഞേ ഒരാൾ 50,000 വെച്ച് എടുത്തു. അപ്പൊ ഞാൻ 50 എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുത്തായിരുന്നു 55,000 രൂപ. അപ്പൊ ബാക്കി കളച്ചവിടെ അത് അപ്പോൾ അപ്പോഴാണ് പറയുന്നത് തെറ്റ് ചെയ്യാത്തവർ അങ്ങനെയാണോ പറയുന്നത്? ഞാൻ വേറെ ഒന്നുമില്ല, കോമൺ സെൻസ് തെറ്റ് ചെയ്യാത്തവരാണ് പറയുന്നത്. ഇത് എന്ത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഉച്ചയ്ക്ക് തന്നത്? മൈക്ക് വെച്ചിട്ടില്ല, ഫാനിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും പറ്റിയാൽ ഹെഡ്ഫോൺ വെച്ച് കൂടി വീഡിയോ കേൾക്കുക. അല്ല, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഉച്ചയ്ക്ക് എല്ലാം പറഞ്ഞല്ലോ. അവൻ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നേരത്തെ എത്തിക്കണമായിരുന്നു. കള്ളം ചെയ്യണം ഇവർ ഇത്രയും തുടങ്ങിയപ്പോഴേ സ്ക്രിപ്റ്റ് റെഡിയായിട്ടുണ്ട്. നാളെ വാട്ട് ഇസ് പ്ലാൻ ബി എന്നുള്ളവർ ആലോചിക്കണമായിരുന്നു. I'm still saying I'm really sorry for the words that I used. I'm just sad. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ മോശമുള്ള വാക്ക് ഞാനത് ഉപയോഗിച്ചോ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് എന്റെ ഫോട്ടോ കഴിഞ്ഞു ഈ കോഡിനകത്ത്. ഇതൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്റെ കോൾ റെക്കോർഡ് ചെയ്തു. ഇവരെന്തും ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ ഭാഗ്യം ഇത്രേ ഉള്ളൂ. പ്രഗ്നന്റ് ആയിട്ടുള്ള എന്നെ ഒരു സ്റ്റെപ്പിനൊന്നും തല താഴെയില്ല പൈസയ്ക്ക് വേണ്ടി. അത്രയും എനിക്ക് പോലെ ഞാൻ എന്റെ ബേബിയും സേഫ് ആണ്. ഐ മേക്ക് മണി, മൈ ബേബി വിൽ കം ഔട്ട് സൂൺ. ആൻഡ് ഐ റിയലി ഹോപ്പ് എന്റെ ബേബി പുറത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് ക്ലിയർ ആയിട്ട് നല്ലൊരു സമയം നോക്കി കുറച്ച് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈ ബേബി ഷുഡ് നോട്ട് കം ഔട്ട് ടു എ വേൾഡ് ലൈക്ക് ദിസ്. ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിലും നിങ്ങൾ ആരെങ്കിലും അവർക്ക് പണിഷ്മെന്റ് കിട്ടണം, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ബാക്കി ചെയ്ത നിങ്ങൾ കണ്ട വീഡിയോ തന്നെയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡു ഗിവ് us a comment ഓൾസോ. ഞാൻ ഈ ഒരു ബ്ലോഗിന്റെ അടിയിലും മ്യൂസിയം സ്റ്റേഷനിലെ മെയിൽ ഐ ഡി, ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന 3 പേര്, ദിവ്യ, ഇതിപ്പോ ഒരുമാതിരി മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് പോലെ ദിവ്യ, അജു, പിന്നെ ഞാൻ എന്ന് പറയുന്ന അതായത് റിയലി സോറി, ആ ടോൺ വന്നിട്ടിരിക്കും. ഇതൊരു 3 സംഘമാണല്ലോ. അതുകൊണ്ട് ദിവ്യ, രാധു, വിനിത, ഈ 3 പേരുടെ മുഖം നിങ്ങൾ എല്ലാവരും വ്യക്തമായി കണ്ടാണ്. സാധാരണ ഓഫീസിൽ അവർ ഇത്രയും ഗെറ്റബിൾ വരാറില്ല. സൂപ്പർ ആയിരുന്നു കാണുന്നത്. ആക്ച്വലി ഓൾ 3 of you were looking very nice today. ഞാൻ ഇത്രയും ഭംഗിയായിട്ടാണ് പ്രസന്റബിൾ ആയിട്ടാണ് അവർക്ക് ഓഫീസ് വരാൻ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അവർ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെയിൽ കിട്ടിയത്. എനിക്ക് കിട്ടില്ല, അവർക്ക് സെയിൽ കിട്ടിയത്. ദേ വർ സോ പ്രസന്റബിൾ ആൻഡ് സോ വെൽ ഡ്രസ്ഡ്. ബിക്കോസ് അവർക്ക് കിട്ടിയ പൈസ അവർ ഇന്ന് യൂസ് ചെയ്താൽ സ്റ്റുഡിയോ എന്നൊക്കെ മാറ്റി ഡ്രസ്സ് ഇന്ന് ഇട്ടാൻ തോന്നുന്നു. എനിവേസ്, അപ്പം എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയണം, നിങ്ങൾക്ക് ഇവരുമായിട്ട് സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാര്യം വന്നപ്പോൾ ഈ 3 വ്യക്തികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അവർ ക്യാഷ് മേടിച്ചിട്ടുണ്ട്, QR കോഡ് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി ക്യാഷ് തരും എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെയിൽ ഐ ഡി എനിക്ക് കാണാപ്പാടം അറിയില്ല, പലരും തെറ്റിപ്പോകും. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെയിൽ ഐ ഡി കൂടെ നിങ്ങൾക്ക് ഒഫീഷ്യലി ഇവരുടെ അഗൈൻസ്റ്റ് ഫ്രോഡുലന്റ് കേസ് ഫയൽ ചെയ്യാനുള്ളതാണ്. ബിക്കോസ് ഇവർ എന്നെ മാത്രമല്ല നിങ്ങളെയും സ്കാം ചെയ്തു. ബിക്കോസ് നിങ്ങൾ എനിക്ക് തരുന്നു എന്ന് പറഞ്ഞ പൈസ ഇവരുടെ വീട് പണിയാനുള്ള പൈസയ്ക്കാണ് പോയിരിക്കുന്നത്. സോ ഐ സിൻസിയർലി റിക്വസ്റ്റ് all of you who are watching this, if you have had a similar situation with them, please do help me fight this against 3 criminals, because the truth should come out and the public and the society should see who the real criminals are. അത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ ഇത്രയും നാൾ സൈലന്റ് ആയിരുന്നു, അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 3 പേരും നടപടി എന്താണെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് നടപടി ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് എന്റെ വാക്കുകൾ ഇതിനകത്ത് മോശമായി തോന്നിയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിൽ റിയലി സോറി. ദാറ്റ് ഇസ് നോട്ട് മൈ യൂഷ്വൽ ടോൺ ഓഫ് ടോക്കിംഗ്. അത് പെട്ടെന്നായിട്ടുള്ള എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞുള്ള നല്ല വാക്കുകൾ ഉപയോഗിക്കുക, നല്ല വീഡിയോസ് കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്നെ ആ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച് ഈ 3 പേര് എത്രത്തോളം ഞാൻ എത്ര സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 8 മാസം ഗർഭിണിയായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചിന് ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാം കേൾക്കാം. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കേൾക്കാൻ പറ്റും. ആ കുഞ്ഞു പോലും കേൾക്കാത്ത രീതിയിലാണ് ഞാൻ ഇത്രയും ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് ഷൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം, എത്ര ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത്. എനിവേസ്, I sincerely hope that me and the baby growing inside me, my family and everybody gets justice as soon as possible. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി പോയി കഴിഞ്ഞാൽ അങ്ങ് ലോങ് ആയിക്കോട്ടെ. നമുക്ക് ഇതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ വീഡിയോ ഒന്ന് കാണാത്തവരും കൂടെ കാണുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ സത്യം വേണ്ടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നാളെ
നിങ്ങൾക്ക് സംഭവിക്കാം. കാരണം ഈ 3 കുട്ടികളുടെ മുഖം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ളവരുടെ വീഡിയോ കാണുന്നവർ ഇവരെവിടെയും റിക്രൂട്ട് നമ്മൾ ചെയ്ത ചെയ്യാൻ mistake നിങ്ങൾ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ആൻ അതർ ഓൺട്രപ്രണർ, ഒരു ആണായാലും ശരി പെണ്ണായാലും ശരി, നിങ്ങളുടെ ആരുടെയും ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആൻഡ് ഓൾ ആൻഡ് സ്റ്റിൽ ഇത്രയും പ്രഷറിന്റെ വേദനയുടെ ഇടയിൽ നിങ്ങൾ എന്നെ പോലെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ദാറ്റ് യു ഹാവ്. നിങ്ങൾക്ക് ആരും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിംഗ് മീ ടിൽ നൗ. See you all soon on my next vlog. Maybe next vlog കൊച്ചിനെ വെച്ചിട്ടായിരിക്കും അല്ലേ? ഞാൻ പ്രശ്നം എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കും. Please pray for my baby. My baby went through a lot. ബിക്കോസ് പ്രഗ്നൻസി സമയം നമ്മൾ എല്ലാവരും ഭയങ്കര കാമായിട്ട് പോകണം. നല്ലൊരു റൊമാൻറ്റിക് ആയിട്ട് നല്ല എന്താ പറയാ അല്ല മൂവീസ് ഒക്കെ കാണുക, അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. നല്ല ബുക്കുകൾ വായിക്കുക, നല്ല ബുക്കുകൾ വായിക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ അത് തന്നെ ചെയ്യും. ഇന്നാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഇവർ തന്ന പ്രഷർ ഇന്ന് ഇവരെ കാണാൻ നമ്മൾ കുറച്ച് മാറ്റി വെക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞു. ആൻഡ് ട്രൂത്ത് ഹാസ് ടു വിൻ, ട്രൂത്ത് വിൽ വിൻ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബി വെരി മച്ച് ഹെൽപ്ഫുൾ. ആൻഡ് സത്യം വെളി കൊണ്ടുവരാൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും, നടപടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. എനിവേസ്, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ, செய்திகள் வாசிப்பது சுகுமாரன்.